ശ്രീ വി ജോയ്. സർ, വ്യവസായ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സംരംഭക വർഷം. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച സംരംഭങ്ങളിലെ നിക്ഷേപം, തൊഴിൽ എന്നിവയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ? സർ, സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി 3,51,209 സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഇതുവഴി 22,526 കോടിയുടെ നിക്ഷേപവും 7,45,274 തൊഴിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ആരംഭിച്ച 3,51,209 സംരംഭങ്ങളിൽ 1,11,881 സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് എന്നതാണ്. അപ്പോൾ സംരംഭകത്വത്തിലേക്ക് വനിതകളെ വലിയ തോതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ജെൻഡർ മാനം കൂടി ഈ സംരംഭക വർഷത്തിനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാണ്ട് 40% വനിതകളാണ് സംരംഭകരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് 40 സംരംഭങ്ങളും ഈ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കാനായിട്ടുണ്ട്. ലക്ഷ്യമിട്ടത് 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യവസായ വകുപ്പ് ഇന്റേണുകളുടെ സേവനം നൽകി. അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സംരംഭക വർഷം വളരെ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞത്. 1,00,000 ലക്ഷ്യമിട്ട സ്ഥാനത്താണ് നമുക്കിപ്പോൾ 3,51,209 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സർ, പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിൽ, ചീഫ് സെക്രട്ടറീസ് കോൺഫറൻസിൽ MSME മേഖലയിലെ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് തിരഞ്ഞെടുത്തത് സംരംഭക വർഷത്തെയാണ്. സർ, ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ബോഡിയായിട്ടുള്ള അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ പദ്ധതിയെ നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ട് തിരഞ്ഞെടുത്ത കാര്യവും ഈ സഭയെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.